ഇപ്പൊ വിശേഷമൊന്നുമില്ല. പക്ഷെ ശരിക്കും ഏമം തട്ടിട്ടുണ്ട്. കുറച്ചു ദിവസം കിടന്നു പോകും. കണക്കായിപ്പ് അവക്ക് അത്രയും വേണം അഹങ്കാരി. വല്ല മരുന്നും കൊടുത്തോ? ഇല്ല. പോലീസിൽ അറിയിച്ചിട്ട് ഡോക്ടറെ വിളിക്കാൻ നമ്മുടെ വർക്കിച്ചേട്ടന് പോയിരിക്കാം. പോലീസിൽ അറിയിക്കാനോ? അല്ല നോക്കുമോ, അടിപൊളി ദേഹോപദ്രവവും ആ വകുപ്പ്. അയ്യോ മത്തായി, അതെങ്ങനെങ്കിലും ഒന്ന് തടയണമല്ലോ. പോലീസിൽ കേസാകുന്നതിന് മുമ്പ് പലതും ചെയ്താലേ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് പറ. മത്തായി പൗരപ്രഭാണിയല്ലയോ? മത്തായി വിചാരിച്ചാൽ നിസ്സാര കാര്യം സാധിക്കാനാണോ വിഷമം? കാര്യം നിസ്സാരമല്ല. കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരെ വകുപ്പുണ്ട്. എന്റെ കർത്താവേ, അവരുടെ തലയിൽ ഇടുത്തി വീണേ. വീണാൽ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ആ വകുപ്പിന്റെ കിടപ്പ്. എനിക്ക് അപ്പോഴേ അറിയാം. അവളെ തല്ലാനും കുടിക്കാനും നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോ പോലീസും കച്ചേരിയുമായിട്ട് നടന്നോ? ഓ പിന്നെ അവക്ക് മാത്രമേ പോലീസും കച്ചേരിയുള്ളൂ. മത്തായിക്കുട്ടി, ഈ കാര്യം ഒന്നേ അറിയാക്കാം. വേണേ 5 10 കൊടുത്താലും തരക്കേടില്ല. 5ലും 10ലും ഒന്നും നിൽക്കില്ല. പച്ചനോട്ട് തന്നെ വേണം. എന്റെ കർത്താവേ, മുടിഞ്ഞു. ഒന്നും മിണ്ടാണ്ടിരിക്കുമോ? എത്ര കൊടുത്താലും തരക്കേടില്ല. കേസാക്കാതെ നോക്കണം. അങ്ങനെ അവള് ജയിക്കല്ലേ. മത്തായിക്കുട്ടിക്ക് ഒരു 100 രൂപ കൊടുത്തേ. 100 രൂപയോ? എന്റെ കയ്യിലില്ല. ജോലിക്കുട്ടിക്ക് അയക്കാൻ വെച്ചിരിക്കുന്ന രൂപ എടുത്തു കൊടുത്തേ. അവന് പിന്നെ അയക്കാം. മത്തായിക്കുട്ടി, കാര്യം ശരിയാക്കണേ. ശരിയാക്കാം. ചിലപ്പോ ഇതിലും നിന്നില്ലെന്ന് വന്നേക്കും. എങ്കിലും കുഴപ്പം കൂടാതെ നോക്കാം. അത് മതി. 5-6 കാശ് ചെലവായാലും ആ തെണ്ടികളോട് തോക്കരുത്. വേണ്ട പറ്റി, വഴക്കൊന്നും വേണ്ട. ഇത് വഴക്കാണ്. അന്യായം കാണിക്കുന്നവരെ വെറുതെ വിട്ടാൽ വീണ്ടും അവരത് തന്നെ ചെയ്യും. കർത്താവ് ശിക്ഷിച്ചോളും. കർത്താവിന് വേറെ ഒരുപാട് ജോലിയുള്ളത് കൊണ്ട് ഈ മാതിരി കാര്യങ്ങൾ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുക. എന്തായാലും വേണ്ട. അത് നിശ്ചയിക്കേണ്ടത് ഞങ്ങളാ. ഞാൻ ഉടനെ പോലീസിൽ പോയി പരാതി കൊടുത്തിട്ട് അവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാം. നീ നടന്നതെല്ലാം അതുപോലെ അങ്ങ് പറഞ്ഞുതരാം. അയ്യോ വേണ്ട. പോലീസുകാർ ചോദിച്ചാൽ ഞാൻ പറയാം തലകറങ്ങി വീണതാണ്. മോളെ ലില്ലി, നീ എന്താ പറഞ്ഞത്? അച്ചായി ക്ഷമിക്കണം. നടന്നതൊന്നും ഞാൻ പറയില്ല. അത് പറയാൻ പാടില്ല. 13,401, 2, 3, 4, 5, 6, 7, 8 ജയിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ലില്ലി, കൺഗ്രാറ്റുലേഷൻസ്. മേരിയോ 8, 9, 12 ഉള്ളു. 8, 9. പാവം പെണ്ണ് വീട്ടിൽ ഇരുന്ന് കരയേ. എക്സ്പ്രസ് ലെറ്റർ ഉണ്ട്. എക്സ്പ്രസോ? മേരിയുടെ കൈപ്പടയാണല്ലോ. ഇപ്പോഴും കൂടെ കൂടെ ബോധക്കേട് വരാറുണ്ട്. ഒന്ന് പോയി അന്വേഷിക്കാൻ പോലും അമ്മയ്ക്ക് സമ്മതിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ? ആരും ഒന്നും ചെയ്യണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ജോണി, എന്താ ഒരു പ്ലാനതാ? എനിക്ക് അത്യാവശ്യമായി നാട്ടിലേക്കൊന്ന് പോകണം. എന്താ ഇത്ര അത്യാവശ്യം? മരുന്ന് തീർന്നല്ലോ. വേണ്ട, അച്ചായം വാങ്ങിച്ചോണ്ട് വരും. ഞാൻ മേടിച്ചാലൊക്കില്ലയോ? ഇത്രയൊക്കെ ആയിട്ട് ആളെന്തോ മനസ്സിലാക്കിയില്ല ഇല്ലയോ? കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ലയോ വേണ്ടത്ര സമ്മാനം? അന്നേ ഞാൻ പറഞ്ഞതാ. ആര് കേൾക്കാനാ? ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്, അടങ്ങി ഒതുങ്ങി ഒരിടത്ത് കിടക്ക്. ഈ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിനുള്ള പണവും എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് ഫാദർ ഞാൻ വിഷമിക്കുന്നതിന് കാരണം. അങ്ങ് ക്ഷമിക്കണം. കണ്ണീരാണ് കുഞ്ഞെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. കരുണയുടെ ഉറവാണ് കണ്ണീര്. അത് പൊഴിക്കാൻ ആരും മടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് എന്താണ് ഫാദർ ഒരു പ്രയോജനം? അവളെ സഹായിക്കാൻ ഒരു മാർഗവും ഉണ്ട്. നീ ഉടൻ തന്നെ നാട്ടിൽ പോയി അവളുടെ സ്ഥിതി അന്വേഷിക്കണം. യാത്ര ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുപോരും. ഇല്ലെങ്കിൽ കഴിയുന്നത്ര വേഗം ഇങ്ങോട്ട് പോരാൻ ഏർപ്പാട് ചെയ്തിട്ട് മടങ്ങിപ്പോരും. എന്തിനു ഫാദർ? അവൾ SSLC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായെന്നല്ലേ നീ പറഞ്ഞത്? അതെ. കോളേജിൽ ചേർന്ന് പഠിക്കട്ടെ. അയ്യോ ഫാദർ, അവൾക്ക് ഫീസ് കൊടുക്കാനുള്ള കഴിവ് പോലുമില്ല. പഠിക്കാനുള്ള കഴിവില്ലേ? അത് മതി. ബാക്കി ഞാൻ ഏറ്റു. ഫാദർ, അങ്ങ് വെറും ഒരു മനുഷ്യൻ. ജോണി,
ഈ കോളേജിൽ കഴിവുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. നീ പറയുന്നത് കേട്ടപ്പോൾ ലില്ലി ആ സൗജന്യം അർഹിക്കുന്നവളാണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ വരാൻ ഏർപ്പാട് ചെയ്യും. താങ്ക് യു ഫാദർ, താങ്ക് യു വെരി മച്ച്.